തലയ്ക്ക് പരിക്കേറ്റ് വൈക്കം താലൂക്ക് ആശുപത്രിയിലെത്തിയ 11 വയസ്സുകാരന് ഇന്നലെ തലയിൽ തുന്നലിട്ടത് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിലാണ്. ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റെത്തിയപ്പോൾ വൈദ്യുതി ഇല്ലായിരുന്നു ആശുപത്രിയിൽ. ഈ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു തുന്നലിടാൻ പോലും തയ്യാറായത്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ തയ്യാറായില്ല. ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാൽ ഡീസലിന് ചിലവ് കൂടുതലാണ്, അങ്ങനെ പ്രവർത്തിക്കാറില്ല എന്ന വാദമാണ് ആശുപത്രിയിലെ അധികൃതർ ഉന്നയിച്ചത്. എന്താണ് ഇങ്ങനെ ചോദിച്ചിരുന്നില്ലേ, ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ലേ എന്നുള്ളത്? ചോദിച്ചായിരുന്നു. അപ്പോൾ ഡീസലിൻ്റെ കംപ്ലൈൻറ്റാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കിയാണ് ഡ്രസ്സിങ് റൂമിൽ ഡ്രസ്സ് ചെയ്തത്. ഈ ഫ്ലാഷ് ഓൺ ചെയ്ത് സ്റ്റിച്ച് ഇടാനായിട്ട് അവർക്കൊരു കോൺഫിഡൻസ് ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു, ചെയ്തായിരുന്നു. ചോദിച്ചില്ലേ ഇങ്ങനെ എന്തെങ്കിലും പിഴവ് പറ്റില്ലേ, ഈ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ചെയ്താൽ എങ്ങനെയാന്നുള്ള ചോദ്യം ചോദിച്ചില്ലേ? ചോദിച്ചില്ലായിരുന്നു ഞങ്ങൾ. അല്ല, ഒരു പേടിയൊന്നും തോന്നിയില്ലേ? അപ്പോൾ അന്നേരം തോന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നുള്ള ഇതിലായിരുന്നു അത്. നമ്മളതൊന്നും ചോദിച്ചില്ല. പക്ഷേ ഞാൻ ചോദിച്ചു, ഈ സ്റ്റിച്ച് ഇടുമ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈ ഹെയർ അതിനകത്തേക്ക് വന്നാൽ ഇവർ അറിയത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ അറ്റൻഡറിനോട് പറയുന്നുണ്ട്, ഹെയർ ഉണ്ടല്ലോ ചേട്ടാ എന്താ. അപ്പോൾ അറ്റൻഡർ പറഞ്ഞാൽ വെട്ടയില്ല, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് എല്ലാം ചെയ്തത്. ആദ്യമേ ഡ്രസ്സ് ചെയ്തപ്പോൾ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് ഇതെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് കാഷ്വാലിറ്റി ചെന്ന് അവനൊരു വിൻഡോയുടെ സൈഡിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആ വിൻഡോയുടെ സൈഡിൽ ഇരുത്തുക, അതാകുമ്പോൾ വെട്ടം കിട്ടുമെന്ന്. അങ്ങനെ അറ്റൻഡർ ആ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് ഡോക്ടർ ബാക്കി പ്രൊസീജിയർ ചെയ്തത്. എന്നിട്ടും ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഈ ഹെയർ ഉണ്ടല്ലോ, ഇരിപ്പുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കേട്ടിട്ട് ഞാൻ ചോദിച്ച്, മാഡം അത് ഹെയർ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ഇടുമ്പോൾ ഒരു ഇതാകൂലേ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അറ്റൻഡർ ഉടനെ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ക്ലിയറാണ്, സ്റ്റിച്ച് ഇടുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമുക്ക് അവനെ ഒന്നൊരു ഒബ്സർവേഷൻ പോലും വെച്ചില്ല. അപ്പോൾ കൂടുതൽ നമ്മളിത് ഒന്ന് പുറത്ത് അറിയണമെന്ന് വെച്ചത് വീണ മാഡത്തിനെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ സ്റ്റിച്ച് ഇട്ട ഉടനെ ഞങ്ങൾ പറഞ്ഞു വിടുവായത്. അതുമല്ല, ഒരു എക്സ്റേ എടുക്കാനോ സ്കാൻ ചെയ്യാനോ ഒന്നും അവർ തയ്യാറായില്ല. പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു ആശുപത്രിയിൽ? ഒന്നും അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞില്ല, വിളിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം നമ്മളിന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, അവനെ എക്സ്റേ എടുക്കണം, അവനെ ഒന്ന് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ സെഡേഷനിലെ ആൾ ഉറങ്ങി. ഇനിയിപ്പോൾ നടപടി എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്? പരാതിയൊന്നും കൊടുക്കുന്നില്ല. ഇതൊന്നും അറിയണം എല്ലാവരും. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു അനുഭവം അല്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പം മോനുമായിട്ട് ചെന്നപ്പോൾ ഇത്രയും വലിയൊരു ഹെഡ് ഇഞ്ചുറി അല്ലേ. അപ്പോൾ അത് അവർ കാണിച്ചതും ലൈറ്റ് ഇല്ലാത്തതൊരു ശരിക്കും ഒരു എമർജൻസി പോലും ഇല്ല. ഫ്ലാഷ് ലൈറ്റിലല്ലല്ലോ ഇതൊരു ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് എന്താ ഉണ്ടായേ? ഇതിനു മുമ്പ് എനിക്ക് ഡെങ്കു ആയിട്ട് അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അവിടെ കാഷ്വാലിറ്റിയിൽ ഇതുപോലെ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ആദ്യമേ സാധാരണ ഒരു ടെസ്റ്റ് മാത്രം ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഒരു 5 വെളുപ്പിനെ OP വരുമ്പോൾ OPയിലെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ശരിക്കും എനിക്ക് നല്ല ടയേർഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5:30 കഴിഞ്ഞ് വെളുപ്പിനെ ആയപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കോട്ടയത്തേക്ക് പോകാം, എനിക്ക് ഇനി ഇവിടെ കാണിക്കണ്ട, തീരെ വയ്യ. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ്, ഡെങ്കു നെഗറ്റീവാണ് പറഞ്ഞത്. പിന്നെ മഞ്ഞപ്പിത്തം, എലിപ്പനി അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്തു, വെളിയിൽ നിന്നും കുറേ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ കോട്ടയത്ത് ചെന്നപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവായിരുന്നു. പോസിറ്റീവ് മാത്രമല്ല, എൻ്റെ ലിവറിൽ ശരിക്കും അത് അഫക്റ്റ് ചെയ്തു. ശരിക്കും എന്ന് വെച്ചാൽ ഞാൻ ടയേർഡായി, ഒരു പോകേണ്ട അവസ്ഥയായി. അപ്പോൾ ആ സിറ്റുവേഷൻ തന്നെ പിന്നെയും നമുക്ക് മോൻ്റെ പേരിലും വന്നപ്പം പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെ മോൻ്റെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഇത്തിരി വേദനയുണ്ട്, സെഡേഷൻ കഴിഞ്ഞതിൻ്റെ ഒരു വേദനയാണ്. പിന്നെ എക്സ്റേ എടുക്കാനായിട്ടൊന്ന് കൊണ്ടുപോകണം. മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ? അവിടെ കൊണ്ടുപോകത്തില്ല, ഇനി ഇൻഡോ അമേരിക്കയിലാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും ഗുരുതര വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ 11 വയസ്സുകാരൻ്റെ തലയ്ക്ക് മുറിവേറ്റപ്പോൾ ഈ വൈദ്യുതി ഇല്ലാഞ്ഞിട്ട് പോലും മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു തുന്നലിടാൻ പോലും അവർ തയ്യാറായത്. എന്തായാലും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.